ഹായ് ഹലോ, ഇന്ന് മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അടുക്കളയിലേക്ക് ചെന്നു. അപ്പോഴാണ് ഒരു കവറിൽ ഇത്തിരി അരിപ്പൊടി ഇരിക്കുന്നത് കണ്ടു. അത് വെച്ചിട്ട് ഇന്ന് കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറിയൊരു പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഉണ്ടാക്കാൻ വെച്ചു. അതിലേക്ക് ഉപ്പിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ച അരിപ്പൊടിയിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നമ്മളിതൊന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല ചൂടുള്ളത് കാരണം ഒരു സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് കുഴക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ മാവെല്ലാം കുഴച്ച് ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കൈമേൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ആ ബോളിൻ്റെ നടുവിൽ ചെറിയൊരു സ്പേസ് ഉണ്ടാക്കി കൊടുത്ത് അതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് നിറച്ച് പഴയ രൂപത്തിൽ തന്നെ നമ്മൾ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഫില്ലിങ്സിലേക്ക് തേങ്ങയും ശർക്കരയും മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഏലക്കാപ്പൊടിയും ജീരകമൊക്കെ ചേർക്കാം. ഇവിടെ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല, കുട്ടികൾക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഇഡ്ഡലി ചെമ്പെടുത്ത് അതിലേക്ക് നമ്മൾ ഈ ബോൾസുകളെല്ലാം വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ 15 മിനിറ്റ് മൂടി വെച്ച് ആവിയിൽ വേവിക്കുകയാണ്. നന്നായിട്ട് വേവിച്ചു കേട്ടോ. അതിന് ശേഷം ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതാ ഒരാൾ സ്കൂൾ വിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷത്തോടു കൂടി ചാടി കളിച്ച് ഉണ്ടാണ് കേട്ടോ വരുന്നത്. ഓൾ വന്ന് 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മറ്റാളും കൂടി വരും. അങ്ങനെ രണ്ടാളും ചായയൊക്കെ കുടിച്ച് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.